എൻ പ്രശാന്ത് IAS-ന് അടുത്ത ആഴ്ച ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകി. വകുപ്പ് തല നടപടികളിൽ പരസ്പരം ആരോപണം ഉന്നയിച്ച് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത്. കഴിഞ്ഞ നവംബറിലാണ് പ്രശാന്ത് സസ്പെൻഷനിൽ ആയത്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ഒപ്പമുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഹിയറിംഗ് എന്നാണ് നടത്തുക? ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഗോപാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ ജയതിലക തുടങ്ങിയ മുതിർന്ന 2 IAS ഉദ്യോഗസ്ഥരുമായി നേർക്കുനേർ പോരായിരുന്നു പ്രശാന്ത്. അതിന് പിന്നാലെ തന്നെ രണ്ടുപേർക്കെതിരെയും ഈ ഗോപാലകൃഷ്ണനെതിരെ നടപടി വന്നു, അതോടൊപ്പം തന്നെ പ്രശാന്തിനെതിരെ നടപടി വന്നു. ഗോപാലകൃഷ്ണന്റെ നടപടി പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ചീഫ് സെക്രട്ടറിക്ക് നേരെ അടക്കമുള്ള നീക്കം തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി ഈ ചക്കളത്തിൽ പോര് ഇങ്ങനെ പോകുകയായിരുന്നു. അതിനൊരു തീരുമാനമുണ്ടാക്കുക, തീർപ്പുണ്ടാക്കുക എന്നത് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാവണം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഈ വിഷയത്തിൽ പ്രശാന്തിന് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് കേൾക്കാനുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചീഫ് സെക്രട്ടറി തന്നെ അടുത്ത ആഴ്ച പ്രശാന്തിനെ നേരിട്ട് കേൾക്കും. പ്രശാന്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേൾക്കും. അതായത് ജയതിലകനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ ഗുരുതരമായ പരാമർശങ്ങളാണ്, ചിത്രരോഗി എന്നതടക്കമുള്ള ചില പരാമർശങ്ങൾ ഫേസ്ബുക്ക് വഴി നടത്തിയിരുന്നു. ഈ സസ്പെൻഷനിലായ ശേഷവും പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഈ നീക്കത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വലിയ തോതിലുള്ള ആരോപണങ്ങൾ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും പല വിധത്തിൽ ഉയർന്നു വന്നു. ജയതിലക മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തി പ്രശാന്തിനെതിരെ നീക്കം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചിരുന്നത്. മാതൃഭൂമിക്കെതിരെ നേരിട്ടുള്ള ആരോപണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സർക്കാർ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച കണ്ടെത്തിയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. അതിനുശേഷം ഈ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സമയപരിധിയൊക്കെ സാധാരണ നിലയിൽ കഴിഞ്ഞു പോകുന്നു. പക്ഷേ സസ്പെൻഷൻ പിൻവലിക്കുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് പ്രശാന്ത് ഈ ഇത്തരത്തിലുള്ള നീക്കം തുടർന്നുകൊണ്ടേയിരിക്കുന്നതിനാലാണ്. എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയാണ്.